സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഹരീഷ് സാൽവെ ഉൾപ്പെടെയുള്ള 600 അഭിഭാഷകർ ചേർന്ന് ഒരു കത്തെഴുതി. അതായത് ജുഡീഷ്യറിയെ തകർക്കാൻ രാജ്യത്ത് ബോധപൂർവമായി ചില നീക്കങ്ങൾ നടക്കുന്നു. ചില സ്ഥാപിത ലക്ഷ്യക്കാർ, സ്ഥാപിത ഗ്രൂപ്പുകൾ ഇന്ത്യൻ ജുഡീഷ്യറിയെ വലിയ സമ്മർദ്ദത്തിലാക്കാൻ, ആ സമ്മർദ്ദത്തിലൂടെ ലക്ഷ്യം നേടിയെടുക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യത്തുള്ളത് എന്നുള്ളതും കൂടി സംസാരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയക്കാർ പ്രതിസ്ഥാനത്ത് വരുന്ന അഴിമതി കേസുകളിലാണ് ഇത്തരം സ്ഥാപിത കക്ഷികൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായിരുന്നുകൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നൊക്കെ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ആ കത്തിലുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു കത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ മുന, എന്താണ് അത് മുന്നോട്ട് വെക്കുന്ന സൂചനകൾ എന്നുകൂടി അവസാനമായി നമ്മൾ സംസാരിക്കുകയാണ്. ഇന്നലെ അജിംസ് വിശദമായ കാര്യം സംസാരിച്ചതാണെങ്കിൽ കൂടിയും എന്തായിരിക്കും അങ്ങനെ ഒരു കത്തിൻ്റെ സാഹചര്യം രാജ്യത്ത്? ഞാൻ അതിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മുടെ റിയാസ് മൗലവി വധക്കേസിൽ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വരില്ല എന്ന് പറഞ്ഞ സാധനം വന്നു. നമ്മൾ പറഞ്ഞ പോയിന്റിലേക്കാണ് എത്തുന്നത്. അതോടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. അതായത് ഇതിലൊന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചു. എന്ത് കാര്യത്തിലാണ്? DNA ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലേ? DNA ടെസ്റ്റിൻ്റെ സാമ്പിൾ കൃത്യമായിരുന്നില്ല എന്ന് ജഡ്ജി ഇതിൽ പറയാം. അന്വേഷണ ഫെയിലർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ജഡ്ജ്മെൻറ്റ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തെ കൊല ചെയ്യാനുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല. എളുപ്പമാണ്. നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെയാണ് ജഡ്ജ്മെൻറ്റ്. അല്ലാതെ നമ്മൾ ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻവെസ്റ്റിഗേഷനിലും പ്രോസിക്യൂഷനും വന്ന വീഴ്ച തന്നെയാണ് ജഡ്ജി തന്നെ ജഡ്ജ്മെൻറ്റ് അവസാന പാരഗ്രാഫിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിലേക്ക് വരാം. കാരണം ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ പുകമറ സൃഷ്ടിക്കുന്നൊരു കത്താണിത്. ചില കേന്ദ്രങ്ങൾ സുപ്രീം കോടതിക്കെതിരെ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിയിൽ ബെഞ്ച് ഫിക്സിംഗ് നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. അത് സുപ്രീം കോടതിയുടെ ഇൻറ്റഗ്രിറ്റിക്കും അവരുടെ അഭിമാനത്തിനൊക്കെ മോശമാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ താറടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കരുത്. ചില അഭിഭാഷകരാണ് ഇതിൻ്റെ പിന്നിൽ. ചില കോക്കസ് ഉണ്ട്. അവർ മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും സുപ്രീം കോടതിയെ പറ്റി മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ചില പൊളിറ്റിക്കൽ സെൻസിറ്റീവായിട്ടുള്ള കേസുകളിൽ വരുമ്പോഴാണ് അവർക്ക് ഈ പ്രശ്നം എന്നാണ് പറയുന്നത്. ഇതിൽ ഒപ്പിട്ടേക്കുന്ന 600 അഭിഭാഷകരാണ്. അതിലേറ്റവും പ്രധാനി ആരാണ്? ഹരീഷ് സാൽവെയാണ്. മറ്റൊരാൾ ആരാണ്? ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രപതി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് രാഷ്ട്രപതി കത്തയച്ച ഒരാളുണ്ടല്ലോ, ബാർ കൗൺസിൽ പ്രസിഡന്റ്, ബാർ അസോസിയേഷൻ. അദ്ദേഹമാണ് അതിൽ ഒപ്പിട്ടേക്കുന്ന രണ്ടാം പ്രമുഖൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൽപര കക്ഷികൾ ആരാണ്, ഈ കത്തിന് പിന്നിലാണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഹരീഷ് സാൽവെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഹരീഷ് സാൽവെ? രാജ്യത്ത് കുറേ അധികം പ്രമുഖരായ അഭിഭാഷകരുണ്ട്. ഹരീഷ് സാൽവെ ചില്ലറക്കാരനല്ല. അദ്ദേഹം ലോകത്തെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോയേഴ്സിൽ ഒരാളാണ്, അല്ലേ? ലോകത്തെ തന്നെ ഏറ്റവും ഫീസ് വാങ്ങുന്ന, ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ആളാണ്. അങ്ങനെ ഒരാളാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. എന്തായിരിക്കും ഹരീഷ് സാൽവയുടെ താല്പര്യം? ഹരീഷ് സാൽവെ നമുക്കറിയാം. ഹരീഷ് സാൽവെ ഒരു പ്രമുഖ അഭിഭാഷകനായിരിക്കും തന്നെ ഈ സർക്കാർ, മോദി സർക്കാർ നടപ്പാക്കിയ വളരെ വിവാദപരമായ എല്ലാ നിയമ ഭേദഗതികളെയും പിന്തുണച്ചിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും പൗരത്വ നിയമത്തെ തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. ഒരു പ്രോ BJP രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം കോടതിക്ക് പുറത്ത് സ്വീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, വാജ്പേയിയുടെ കാലത്ത് സോളിസിറ്റർ ജനറലായിരുന്ന ആളുമാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ്. അവിടെ കൊണ്ടും തീർന്നില്ല. ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുന്ന, കൃത്യമായ റെഫറൻസ് ഇല്ലാത്ത, ഇത് ആരാണ് ചെയ്യുന്നതെന്നോ എന്താണ് അവർ ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് കോടതിയെ ടാർണിഷ് ചെയ്യാൻ ഈ സോ കോൾഡ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്നോ ഒന്നും പറയാതെ ഒരു കാടടച്ച് വെടിവെക്കുന്ന ഒരു കത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ട്വിറ്ററിൽ ഷെയർ ചെയ്തുകൊണ്ട് ഇത് കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്യുന്നതെന്ന് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് ഇത് ആർക്കെതിരെയാണ് കത്തെഴുതിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ സാഹചര്യം എന്താണ്? ഇത് വേറൊരു തരത്തിൽ പ്രധാനമന്ത്രി മുമ്പ് പറഞ്ഞല്ലോ, ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ, ഇതിപ്പോൾ കുചേലൻ്റെ അടുത്ത് കുചേലൻ ശ്രീകൃഷ്ണന് അവല് കൊടുത്തുപോലും അഴിമതിയായിട്ട് പറയുമായിരിക്കും എന്നൊരു പ്രധാനമന്ത്രി ഒരു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഈ സൈസ് പരിപാടി നടത്തരുത്. ഞങ്ങൾ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് നിയമം നിങ്ങൾ അഴിമതി എന്ന് പറയരുത്, അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എക്സിക്യൂട്ടീവ് ഇൻഫോർമലായിട്ട് സുപ്രീം കോടതിയോട് പറയാണ്. പണ്ട് സീൽഡ് കവറിൽ ഫോട്ടോ വെച്ച് കൊടുക്കുന്ന പോലെ ഇപ്പോൾ എന്താണ് ഇൻഫോർമലായിട്ട് പറയുകയാണ്, നിങ്ങൾ നടത്തിയ പരാമർശം ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏത് ഭരണഘടനയുടെ 4 പില്ലറുകളിൽപ്പെട്ട ഒരു പില്ലർ മറ്റൊരു പില്ലറിനോട് പറയുകയാണ് നിങ്ങളിങ്ങനെ ചെയ്യരുത്. പിന്നെ എന്ത് സ്വതന്ത്ര നീതിന്യായമാണ് രാജ്യത്തുള്ളത്? സ്വതന്ത്ര നീതി നിർവഹണം രാജ്യത്തുണ്ടാവുക? അപ്പോൾ ഇത് പ്രധാനമന്ത്രി ഷെയർ ചെയ്യുക മാത്രമല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഹരീഷ് സാൽവെ പോലെ ഒരാൾ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്? ബാക്കി പ്രശസ്തരായ ആരും തന്നെ ഇല്ല. 600 അഭിഭാഷകരിൽ ഒപ്പിട്ട അഭിഭാഷകരിൽ പ്രശസ്തരായ മറ്റാരുമില്ല. വേറെ എത്രയോ ആളുകളുണ്ട്, വേറെ ആരുമില്ല. എന്തുകൊണ്ടായിരിക്കും ഹരീഷ് സാൽവെ ഇതിൽ ഒപ്പിടുന്നത്?
ഹരീഷ് സാൽവെ ഒപ്പിടുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എക്സിക്യൂട്ടീവിൻ്റെ പ്രിയഭാജനമാണ്. ഞാൻ ആദ്യം പറഞ്ഞു അദ്ദേഹം വാജ്പേയി സർക്കാരിൻ്റെ അടുത്ത് സോളിസിറ്റർ ജനറലായിരുന്നു. ഈ സർക്കാരിനെ പല കാര്യങ്ങളിലും കോടതിക്ക് പുറത്ത് പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ഇനി വേറൊരു ഉദാഹരണം കൂടി പറയാം. ഹരീഷ് സാൽവെ 3 വിവാഹം കഴിച്ച ആളാണ്. മൂന്നാമത്തെ വിവാഹം നടന്നത് കഴിഞ്ഞ വർഷം മറ്റാണ്. ആ വിവാഹം നടക്കുന്നത് ലണ്ടനിൽ വെച്ചാണ്. ഒരു UK കാരിയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ. ആ വിവാഹ ചടങ്ങിൽ നിത അംബാനി പങ്കെടുത്തിരുന്നു. ആ വിവാഹ ചടങ്ങിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാരെന്നറിയോ? നിലവിൽ ഇന്ത്യയിലെ നിരവധി കേന്ദ്ര ഏജൻസികൾ ഫ്യൂജിറ്റീവായി പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റേ IPL ചെയർമാനായിരുന്നയാൾ ലളിത് മോദിയും നിത അംബാനിയും ഉൾപ്പെടെയുള്ളവരാണ് അതിൽ പങ്കെടുത്തത്. ഏത് ലളിത് മോദിയെ പിടിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസിയിൽ ലണ്ടൻ മുഴുവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി. അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കാളിയായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ആരാണ് ഹരീഷ് സാൽവെ എന്നറിയാലോ? എന്തായിരിക്കും? അപ്പോൾ അത് വേറെ കുറേ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇൻറ്റിമിഡേഷനാണത്. അതായത് സുപ്രീം കോടതി ഇൻറ്റിമിഡേറ്റ് ചെയ്യുക. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇലക്ഷൻ സമയമാണ്. ഒരുപാട് പേരെ വേട്ടയാടി പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കുറേയധികം രാഷ്ട്രീയക്കാർക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്ക് ജാമ്യമായിട്ട് പോകേണ്ടി വരും. മനസ്സിലാക്കണം. അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ വരാതിരിക്കുകയാണ്. ഇനിയും വേറെ കുറേ പേര് വരും. അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസും CPM ഒക്കെ സുപ്രീം കോടതിയിലേക്ക് ചെല്ലും. അപ്പോൾ ഈ ഒരു പേപ്പർ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ക്ലിയർ കേസ് ഓഫ് ഇൻറ്റിമിഡേഷൻ, അങ്ങനെ തന്നെ അതിന് പറയണം. അത് ഇൻറ്റിമിഡേറ്റ് ചെയ്യുകയാണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതിനപ്പുറം ഒന്നും ഇതിൽ പറയാനില്ല. ദിവസമായി കോടതി നടപടികൾ പൊതുസമൂഹത്തിന് വലിയ സംശയം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന ഈ കത്തിനും ആ കത്തിലെ വരികളും ഈ സംശയം കൂട്ടുന്നതാണോ അതോ അതിനകത്ത് കുറേ കൂടി ക്ലാരിറ്റി കൊണ്ടുവരുന്നതാണ്? നമ്മൾ ആ കത്തിനെ മാത്രമായിട്ട് കാണണ്ട സൈഫു. ഇപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയിൽ ഈ 2014 ശേഷം സംഭവിച്ചിട്ടുള്ള വിചിത്രമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുക്കുക. ഏതാണ്ട് 5ഓളം ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ അതിൻ്റെ ലോണിൽ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തിയ സംഭവം ഓർമ്മയുണ്ടോ? അങ്ങനൊരു സംഭവം ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജഡ്ജിമാർ സുപ്രീം കോടതി ലോണിൽ വന്നിട്ട് സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയാണ്. ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടന്ന പരിപാടി തന്നെ ഇല്ല. സംയുക്ത വാർത്താ സമ്മേളനം. എന്താ അവർ പറയുന്നത്? അവരെന്താന്ന് പറഞ്ഞത്? ഇപ്പോൾ അജിംസ് പറഞ്ഞ ഇൻറ്റിമിഡേഷൻ ഇത് തന്നെയല്ലേ അവരന്ന് സംസാരിച്ചത്. പല നിലക്കുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് കീഴിൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതിൽ ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ജനാധിപത്യത്തിനല്ല, ലോകത്തുള്ള എല്ലാ റോബസ്റ്റ് ഡെമോക്രസിയും അല്ലെങ്കിൽ ഫങ്ഷണൽ ഡെമോക്രസിയും അത് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങൾ അവയുടെ അധികാരങ്ങൾ വ്യക്തതയിൽ നിർവചിക്കപ്പെടുകയും സ്വതന്ത്രമായി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കോടതി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഈ ഡെമോക്രസിയെ നിലനിർത്തുന്ന പലതരം അതിൻ്റെ ഓർഗൻസ് ഉണ്ട്, അതിൻ്റെ അവയവങ്ങളുണ്ട്, അതിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. അവ സ്വതന്ത്രാധികാരത്തോടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഡെമോക്രസി ഒരു ഫങ്ഷണൽ ഡെമോക്രസിയായി മാറുന്നത്. അതാണ് ഈ 2014 ശേഷം ഇന്ത്യയിൽ വിശേഷമായി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യത്യസ്തമായ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര സ്വഭാവം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു ഏജൻസിയാണ്. അതിനെ ആരാണ് നിശ്ചയിക്കുന്നത്? പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, പിന്നെ പ്രതിപക്ഷ നേതാവ്, അല്ലേ? അപ്പോൾ അവിടെ ആ നിശ്ചയിക്കുന്ന സമിതിയുടെ അതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ ഒരു പവർ ബാലൻസ്, പവർ ഡൈനാമിക്സ് എന്താണ്? പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്ന ഒരാൾ, അങ്ങനെയല്ലേ വരുള്ളൂ. കാരണം 3 ആൾ ഇരിക്കുന്നതിൽ 2 പേര്, ഒരാൾ പ്രധാനമന്ത്രിയും മറ്റേ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു മിനിസ്റ്ററുമാണ്. പിന്നെ 3ാമനായി മാത്രമാണ് ആര് നിൽക്കുന്നത്? പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹൗസ് ആരെയാണ് സെലക്ട് ചെയ്യുക? ആരുടെ ഇംഗിതമാണ് അവിടെ നടപ്പിലാവുക? വളരെ ലളിതമാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആർക്ക് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുക? ആർക്കും വിധേയപ്പെടാതെ പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ പറ്റില്ല. നീ ഇപ്പോൾ ഒരു പരാതിയുമായിട്ട്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതിയായിട്ട് സുപ്രീം കോടതി എന്താ പറയുക? തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച് കഴിഞ്ഞിരിക്കെ അതിലിടപെടാൻ പറ്റില്ലെന്ന്. സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ പറ്റാത്ത ഒരു സ്വതന്ത്ര ഏജൻസിയാണത്. അത് പ്രധാനമന്ത്രിക്ക് കീഴിലുള്ള ഒരു സബോർഡിനേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഈ നിലക്ക് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം നിയമപരമായി തന്നെ പലതരം നിയമവ്യവഹാരങ്ങളിലൂടെ, നിയമനീക്കങ്ങളിലൂടെ വരുതിയിൽ കൊണ്ടുവരുന്നു.
സുപ്രീം കോടതിയും ആ നിലക്ക് സുപ്രീം കോടതി ഇപ്പം നിയമപരമായി അങ്ങനെ ആക്കാൻ പൂർണ്ണമായി പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കുകയാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ബുള്ളിയിങ്, ഇൻറ്റിമിഡേഷൻ, ഇതൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ വ്യത്യസ്ത ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുന്നു. ഇതാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ആ എക്സസൈസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഈ കത്തിനെ നമ്മൾ കാണേണ്ടത്. എന്തായാലും നിലവിലുള്ള സംശയങ്ങളും ആശങ്കയും ഏറ്റുന്നതാണ് ഈ കത്ത്. ഇനിയിപ്പോൾ ഈ കത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഇടപെടൽ നടപടികൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.